സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാമയുടെ ഫോണിലേക്ക് വിളിക്കുവാൻ കേട്ടോ വരുൺ. ഈ സമയം വരുണിൻ്റെ കോള് കാണുന്നതും ഷ്യാം ആദ്യം കോള് കട്ട് ചെയ്യുവാണ്. അന്നേരം രാധികയും ഷ്യാമിൻ്റെ അരികിൽ തന്നെ ഉണ്ടാവും. വീണ്ടും വരുൺ വിളിക്കുമ്പോൾ ഷ്യാം ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം വരുൺ ഷ്യാമയോട് രാധികയും കൂട്ടി ഇപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിക്കുവാണ്. എനിക്ക് രാധികയെ കാണണം, എനിക്കൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. എന്നാൽ ഷ്യാമയാണെങ്കിൽ ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയം ആരാ വിളിച്ചതെന്ന് രാധികയും ചോദിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമല്ല, മ്യൂസിക് സ്കൂളിലെ കാര്യം അന്വേഷിച്ച് ഒരു കുട്ടിയുടെ പാരൻറ്റ് വിളിച്ചതാണെന്നും പറഞ്ഞ് ശ്യാമ രാധികയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ ഇതേ സമയം വരുണാണെങ്കിൽ വരുണിൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് ശ്യാമയുടെ നമ്പർ ട്രേസ് ചെയ്ത് അവരെവിടെയുള്ളതെന്ന് കണ്ടെത്തുവാണ് കേട്ടോ. അങ്ങനെ ശ്യാമയും രാധികയും ഇപ്പം നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വരുൺ തിരിച്ചറിയുവാണ്. അത് കേൾക്കുന്നതും വരുൺ ഒത്തിരി സന്തോഷമാകുവാണ്. അന്നേരം ഈ വിവരം മുത്തശ്ശിയെ വരുൺ വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ രാധികയും കുട്ടി ഫിദാമ്മയുടെ എവിടേക്കാണ് പോയതെന്ന് വരുൺ മുത്തശ്ശിയോട് പറയുവാണ്. അതേക്കുമ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമാണ്. നീ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുവാണോ? പിന്നെ അല്ലാതെ ഒട്ടും സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് തന്നെ രാധികയെ കാണണം. രാധികയും കൂട്ടിയായിരിക്കും ഇനി ഞാൻ തിരിച്ചു വരാൻ പോകുന്നത്. പിന്നെ മുത്തശ്ശി, മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഫിദാമ്മയുടെ ഉപയോഗിക്കുന്ന ആ നമ്പർ ഉണ്ടല്ലോ, അത് ശ്യാമ മാഡത്തിൻ്റെ പേരിലാണ് ഉള്ളത്. അത് കേട്ട് മുത്തശ്ശിക്കും എന്തോ ഒരു സംശയം തോന്നുവാണ്. അങ്ങനെ വരുണിൻ്റെ മനസ്സിൽ ഫിദയും ശ്യാമയും തമ്മിൽ എന്തോ ഒരു വലിയ ബന്ധമുണ്ടെന്നും എന്തോ ഒരു രഹസ്യം അവർ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഒക്കെ വരുണിന് നല്ല സംശയം തോന്നുവാണ്. രണ്ടുപേരും ഇനി ഒരാളാണോ എന്നുള്ളൊരു സംശയവും വരുണിൻ്റെ മനസ്സിലേക്ക് കയറി കൂടുന്നുണ്ട് കേട്ടോ. അന്നൊരിക്കൽ ശ്യാമയെ വരുൺ കണ്ടതാണല്ലോ. ശ്യാമയും രാധികയും തമ്മിലുള്ള സാമ്യം കാരണം രാധികയുടെ അമ്മ ശ്യാമ തന്നെയാണോ എന്ന് വരുൺ സംശയിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ തൻ്റെ സംശയങ്ങളൊക്കെ ശരിയായിരുന്നു എന്നുള്ളൊരു സംശയത്തിലാണിപ്പോൾ വരുൺ. അങ്ങനെ എത്രയും പെട്ടെന്ന് സമയം കളയാതെ വരുൺ നേരെ രാധികയെ കാണാനായിട്ട് രാധികയെ ഫിദയും കൂടി താമസിക്കുന്ന ആ വീട്ടിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം അമൃതയാണെങ്കിൽ വരുൺ ഇവിടെ മ്യൂസിക് സ്കൂളിൽ വന്ന് അന്വേഷിച്ച കാര്യവും 24 മണിക്കൂറിനുള്ളിൽ എവിടെയാണെങ്കിലും രാധികയെ കണ്ടെത്തി രാധികയുടെ അരികിലെത്തുമെന്ന് പറഞ്ഞ് വരുൺ നടത്തിയ വെല്ലുവിളിയെ കുറിച്ചുമൊക്കെ ശ്യാമയോട് പറയുന്നുണ്ട് കേട്ടോ. അതെല്ലാം കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുവാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് ദേവനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിനെയാണ്. ഈ സമയത്ത് ദേവനാണെങ്കിൽ അബോധാവസ്ഥയിലും രാധിക എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഡോക്ടർ പുറത്ത് വന്ന് യശോദയോട് ചോദിക്കുന്നുണ്ട്, ആരായി രാധികയെന്ന്. അന്നേരം യശോദ പറയുക, അത് പിന്നെ ഞങ്ങളുടെ മൂത്ത മോളാ. അത് കേൾക്കുന്നതും ഡോക്ടർ പറയണേ, ദേവനാരായണന് ഇതുവരെ ബോധം പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നിട്ടുമില്ല. പക്ഷേ എപ്പോഴും ആ കുട്ടിയുടെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തൂ. ചിലപ്പോൾ ആ കുട്ടിയുടെ പ്രസൻസ് ദേവനാരായണനിൽ ഒരു മാറ്റം ഉണ്ടാക്കിയേക്കാം. അങ്ങനെ ഡോക്ടറുടെ ആ വാക്ക് കേൾക്കുന്നതും അതൊന്നും തീരെ ഇഷ്ടപ്പെടാതെ നിൽക്കുവാണ്ടോ മുത്തശ്ശി. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ രാധികമോളെ വിവരം അറിയിക്കാൻ തീരുമാനിക്കുവാണ് യശോദ. അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.